ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബയോട്ട് സവാർഡ് ലോ ആണ്. എന്തായിരുന്നു ബയോട്ട് സവാർഡ് ലോ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബയോട്ട് സവാർഡ് ലോ പറയുന്നത്. ബയോട്ട് സവാർഡ് ലോയിൽ നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു, XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എടുത്തു. അതിലൂടെ ഒരു I ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതിൽ വളരെ ചെറിയൊരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, AB എന്ന് പറയുന്ന എലമെന്റ്. അതിന്റെ ലെങ്ത് DL ആയിട്ട് എടുത്തു. DL എന്ന് പറയുന്ന ചെറിയ എലമെന്റിന്റെ സെന്റർ ആയ O പോയിന്റിൽ നിന്നും R അകലത്തിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് P. പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ബയോട്ട് സവാർഡ് ലോ പറയുന്നത്. പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദി കറന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി എലമെന്റ് DL, and directly proportional to sine of the angle between this DL and R. Okay, then and inversely proportional to the square of the distance between the point and the element. Then we can write dB is equal to mu 0 by 4 pi I dl sin theta by r square. ഇതാണ് ബയോട്ട് സവാർഡ് ലോ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, the equation for the small magnetic field intensity at the point P due to a current carrying element is dB is equal to mu 0 by 4 pi I dl sin theta by r square. Okay, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞത് its direction is given by right hand screw rule. ഇവിടെ വെക്റ്റർ ഫോമിൽ നമ്മൾ ഡിബിയുടെ ഇക്വേഷൻ എഴുതിയത് ഇങ്ങനെയാണ്, mu 0 by 4 pi I dl ക്രോസ് വെക്റ്റർ r ഡിവൈഡ് ബൈ r ക്യൂബ് എന്നാണ് ഈ വെക്റ്റർ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതിയത്. അതായത് ഇവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും രണ്ട് വെക്ടറുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടും. ഡിഫറൻസ് എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ആണ്, രണ്ട് വെക്ടറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നതെങ്കിൽ റിസൾട്ടന്റ് ക്വാണ്ടിറ്റി ഈസ് ഓൾസോ എ വെക്ടർ. ഡോട്ട് പ്രോഡക്റ്റ് ആണ് വരുന്നതെങ്കിൽ റിസൾട്ടന്റ് ക്വാണ്ടിറ്റി വിൽ ബി എ സ്കേലാർ ക്വാണ്ടിറ്റി. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. DLും Rന്റെയും ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് എന്ത് നൽകുന്നത്? മറ്റൊരു വെക്ടറായ DB നൽകുന്നത്. ഏത് ക്രോസ് പ്രോഡക്റ്റ് വന്നാലും നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ പറയാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ് നമുക്ക് നല്ലത്, പറയുന്നതാണ് നല്ലത്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. DL എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. R എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്രൂ എടുക്കുന്നു. സ്ക്രൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇവിടെ DL ക്രോസ് R ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ DLൽ നിന്നും Rലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ പിക്ചർ നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ DL ക്രോസ് R ആണ്. R ക്രോസ് DL അല്ല, പകരം DL ക്രോസ് R ആണ്. ഓക്കെ, അപ്പം DL എന്ന് പറയുന്ന വെക്ടറിൽ നിന്നാണ് നമ്മൾ R എന്ന് പറയുന്ന വെക്ടറിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DL എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് നമ്മൾ R എന്ന് പറയുന്ന വെക്ടറിലോട്ട് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഈ സ്ക്രൂ നമുക്ക് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ എങ്ങോട്ടാണ് അഡ്വാൻസ് ചെയ്യുന്നത്? ടോപ്പിലോട്ട് അഡ്വാൻസ് ചെയ്യും. ഒരു സ്ക്രൂ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ, നമ്മൾ സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്ന അങ്ങനല്ലേ? സ്ക്രൂ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോഴത്തേക്ക് അത് ടൈറ്റൻ ആവും. അപ്പോൾ സിമിലർലി ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ DL എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും R എന്ന് പറയുന്ന വെക്ടറിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്
അത് അഡ്വാൻസ് ചെയ്യുന്നത് ടോപ്പിലേക്കാണ് കണ്ടില്ലേ, അത് ആരോ മാർക്കായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഡി ബി ആണ് ഡി എൽ ക്രോസ് ആർ. അപ്പോൾ ഡി ബിയുടെ ഡയറക്ഷൻ ആണ് ടോപ്പിലോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഏത് ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകിയാലും റിസൾട്ടന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എടുക്കുന്നതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവരുതും. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എടുക്കുന്നത് ഇവിടെ ഡി എൽ ക്രോസ് ആർ ആണ്. അപ്പോൾ ഡി എൽ വെക്ടറിന്റെ ഡയറക്ഷനിൽ നിന്നും ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലേക്കാണ് റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിൽ ആർ ക്രോസ് ഡി എൽ ആയിരുന്നുവെങ്കിൽ ആറിന്റെ വെക്ടറിന്റെ ഡയറക്ഷനിൽ നിന്നും ഡി എല്ലിന്റെ വെക്ടറിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡി എൽ ക്രോസ് ആർ ആയതുകൊണ്ട് ഡി എൽ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിൽ നിന്നും ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡി ബിയുടെ ഡയറക്ഷൻ ഈ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആയല്ലോ? പിന്നീട് ഇതിന്റെ പ്ലെയിൻ നിങ്ങൾ നോക്കിക്കേ. ഡി എല്ലിന്റെയും ആറിന്റെയും പ്ലെയിൻ, ഡി എല്ലിന്റെയും ആറിന്റെയും പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ആണ് അല്ലേ, ഈ പ്ലെയിൻ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ഡി എല്ലിന്റെയും ആറിന്റെയും പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ബിയുടെ ഡയറക്ഷൻ വരിക, അല്ലെങ്കിൽ ഡി എൽ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ വരിക. ക്ലിയർ ആയല്ലോ? ഇപ്പം ഈ ചാപ്റ്ററിൽ കുറെ ന്യൂമറിക്കൽസിൻ്റെ അകത്ത് നമുക്ക് അതിന്റെ ഡയറക്ഷൻസ്, എല്ലാത്തിന്റെയും ഡയറക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ഡയറക്ഷൻ പറയാനൊക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഡി എൽ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് വി ഹാവ് ടു find out a relation between epsilon 0 and mu 0. What is epsilon 0? What is epsilon 0? Permittivity of free space or vacuum. Permittivity of air or vacuum. What is mu 0? Mobility of. Not mobility. Not mobility. Permeability. Yeah, yes, good. Permeability. 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 മറന്നുപോയോ permeability? Mu 0 is the magnetic permeability of free space. Because നമ്മൾ കെയുടെ വാല്യൂ എടുത്തിരിക്കുന്നത് mu 0/4π ആയിട്ടാണ്. അവിടെ mu 0 എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. കൂടാതെ ഇതും കൂടെ ഓർത്തിരിക്കുക, mu 0/4πയുടെ വാല്യൂ, mu 0/4πയുടെ വാല്യൂ 10⁻⁻7 ടെസ്ല മീറ്റർ പെർ ആംപിയർ ആണ്. ഓക്കെ, അതും മറന്നു പോകരുത്. ഓക്കെ, നമുക്കിനിയും എപ്സിലോൺ 0യും mu 0യും തമ്മിലുള്ള റിലേഷൻ പഠിക്കുകയാണ്. ഞാൻ mu 0 ഇൻറ്റു എപ്സിലോൺ 0 എത്രയാണെന്ന് നോക്കാം. എപ്സിലോൺ 0 ഇൻറ്റു mu 0. അപ്പോൾ എപ്സിലോൺ 0 mu 0, എപ്സിലോൺ 0 ഇൻറ്റു mu 0 എഴുതി. ഇനിയും ഒരു 4π ന്യൂമറേറ്ററിലും 4π ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 4π എപ്സിലോൺ 0 ഇൻറ്റു mu 0/4π. എഴുതാമല്ലോ? എപ്സിലോൺ 0, 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാമല്ലോ. എത്രയാണ്? 9 × 10⁻9 ആണ്. 9 × 10⁻9. അങ്ങനെയാണെങ്കിൽ 4π എപ്സിലോൺ 0യുടെ വാല്യൂ എന്താ? 1/9 × 10⁻9. mu 0/4πയുടെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, 10⁻⁻7. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? 1/9 × 10⁻9 × 10⁻⁻7. ഇനിയും 10ന്റെ പവറും 10ന്റെ പവറും അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/9 × 10⁻16. 10⁻16 എന്ന് വരും. കാരണം 10⁻16 എന്താ വരിക? 1 divided by 9 × 10⁻16 വരും. 10⁻16 ബിക്കോസ് ഇത് ന്യൂമറേറ്റർ ഉള്ളത് നമ്മൾ ഡിനോമിനേറ്റർ കൊണ്ടുവരുമ്പോൾ 10⁻+7 വരും. 10⁻+7 × 10⁻9 അത് 10⁻16 വരും. 10⁻16. ഓക്കെ, 9 × 10⁻16 നമുക്ക് ഇങ്ങനെ എഴുതാം, 3 × 10⁻8 the whole square.
3 into 10 raised to 8 the whole square. 3 into 10 raised to 8 എന്തിന്റെ വാല്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Speed of light in air. Yeah, the speed of light. Meter per second ആണ്. 3 into 10 raised to 8 meter per second ആണ് the speed of light. ഓക്കെ, അതിനെ നമ്മൾ യൂഷ്വലി സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 3 into 10 raised to 8നെ നമുക്ക് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സി സ്ക്വയർ ആയിട്ട് എഴുതാം, 1/c². ഓക്കെ, അപ്പോൾ നമുക്ക് 1/c² എന്ന് പറയുന്നത് ε0 μ0 ആണ്. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയറിന്റെ ഇക്വേഷൻ എഴുതാം. c² is equal to 1/ε0 μ². അപ്പം 1/ε0 into μ0 is equal to c², where c is the velocity of light in air or vacuum. Simple അല്ലേ? ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ്. സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് എന്ന് പറയാം. സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഒരു സർക്കുലർ കണ്ടക്ടർ. ഒരു കോപ്പർ വയർ എടുത്തിട്ട് നമ്മൾ സർക്കുലർ ഷേപ്പിൽ വെക്കുന്നു. അതിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം കൺസിഡർ എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. കൺസിഡർ എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ക്യാരിങ് എ കറണ്ട് I ആംപിയർ. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കുലർ കോയിൽ എടുക്കുകയാണ്. ആ സർക്കുലർ കോയിലിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നു. ആ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് P be a point at a distance x from the center of the coil along the axis. This is P. Let P be a point at a distance x from the center of the coil. Center of the coil നമുക്ക് ഓയെന്ന് വേണമെങ്കിൽ കൊടുക്കാം. Let P be a point at a distance x from the center of the coil along the axis. Okay. അപ്പം ഈ കണ്ടക്ടറിലൂടെ, ഈ സർക്കുലർ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സർക്കുലർ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റിനും എന്ത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന് ചുറ്റിനും എന്തുണ്ടാവും? യെസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടു കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി, imagine the loop be divided into small elements. ലൂപ്പിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ചെറിയ ചെറിയ എലമെന്റ്. കണ്ടോ, ഇതിനെ നമ്മൾ ചെറിയ ചെറിയ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ലൂപ്പ് ഇതൊരു എലമെന്റ്, അങ്ങനെ ചെറിയ ചെറിയ എലമെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓരോ എലമെന്റിന്റെയും ലെങ്ത് dl ആണ്. ഞാനിവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ വളരെ ചെറിയൊരു എലമെന്റ് dl എന്ന ലെങ്ത് ഉള്ള ഒരു എലമെന്റ് ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം നമ്മളിത് പെൻസിൽ വെച്ച് വരച്ചതാണ്. ഞാൻ ഈ പിക്ചറുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. കുറച്ചും കൂടെ ഒരു ഗ്രാഫിക്സ് വെച്ച് വരച്ച ഒരു പിക്ചറാണ്. ഈ പിക്ചർ നോക്കി, ഈ പിക്ചറിനനുസരിച്ചാണ് അതിൻ്റെ അകത്ത് കറണ്ട് ഫ്ലോ. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ, ക്ലിയർ ആവുന്നെങ്കിൽ ഇമാജിൻ ചെയ്യാൻ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. കറണ്ടിന്റെ ഫ്ലോ കണ്ടോ? കറണ്ട് ഈ ലെഗിലൂടെ ഇങ്ങോട്ട് ഒഴുകുന്നു. ഓക്കെ, അപ്പം ഇതാണ് ആ ലെഗ്.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഗ് അതാണ്, ആ പാർട്ട് അതാണ്, കണ്ടോ ഇതാണ്. ഇവിടെ ഇത് ഇങ്ങോട്ട് ഒഴുകുന്നു, ഇവിടെ ഇങ്ങോട്ട് ഒഴുകുന്നു. ഇമാജിൻ ചെയ്യാമല്ലോ, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണിത്. ആ സെൻറ്റർ പോയിന്റിൽ നിന്നും എക്സ് അകലത്തിലാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഡി എൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ പിക്ചറിൽ നമുക്ക് ഡി എൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡി എൽ ഇവിടെ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാനൊക്കുന്നുണ്ടോ? കാണാനൊക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ പിക്ചർ തന്നെയാണ് ഞാൻ മുകളിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ a circular coil of radius capital R carrying a current I ampere. Let P be a point at a distance x from the center of the coil along the axis. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find out the magnetic field at the point P. P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ കോയിൽ, കറന്റ് ക്യാരിയിങ് കോയിലിനെ ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓരോ എലമെന്റിന്റെയും ലെങ്ത് ഡി എൽ ആണ്. അങ്ങനെ ഡി എൽ ലെങ്ത് ഉള്ള ഒരു എലമെന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു, എ എന്ന് പറയുന്ന പോയിന്റിൽ കൺസിഡർ ചെയ്തു. അതാണ് ഇത്. ഓക്കെ, ഇനി the magnetic field at P, this is P, the magnetic field at P due to this element is given by, ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ബയോട്ട്-സവാർട്ട് ലോ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ബയോട്ട്-സവാർട്ട് ലോ പറയുന്നതാണല്ലോ ഒരു കറന്റ് ക്യാരിയിങ് എലമെന്റ് അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ബയോട്ട്-സവാർട്ട് ലോ പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബയോട്ട്-സവാർട്ട് ലോ ഇക്വേഷൻ എന്തായിരുന്നു? ബയോട്ട്-സവാർട്ട് ലോ ഇക്വേഷൻ എന്തായിരുന്നു? dB is equal to mu 0 by 4 pi ideal sin theta by r mu square. 0 by 4 pi ideal sin theta by r square. എഴുതാം. dB is equal to mu 0 by 4 pi ideal sin theta by r square. ഇവിടെ I നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, dl ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, r ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ ഹിയർ? What is the value of theta here? What is theta? What is theta? എന്താണ് തീറ്റ? തീറ്റ എന്തുവാ? ബയോട്ട്-സവാർട്ട് തീറ്റ എന്തുവാ? What is theta? What is theta? Theta is the angle between what and what? DL and R. Yes, good. Theta is the angle between DL, this element DL, okay, and R. What is R? R is the distance between the point and the element. This is R. This angle is theta. പിക്ചറിൽ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ what is the value of theta? 90. What is the value of theta? Element, this is the element and this is R. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. നമുക്ക് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ പിക്ചർ നോക്കിക്കേ, ഡി എൽ എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങോട്ട്, ഓക്കെ, ആർ എന്ന് പറയുന്നത് ഇത്. ഈ ആംഗിൾ എത്ര? ആംഗിൾ 90 ഡിഗ്രി വരും. ആംഗിൾ 90 ഡിഗ്രി വരും. ദിസ് ആംഗിൾ. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഡി എൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അത് നമുക്ക് ഇസഡ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആർ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? ആർ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി വരും. അപ്പോൾ
ആദ്യത്തെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. the angle between DL and R is 90 degree, that is theta is 90 degree. So we can write IDL sin 90 by R square. Okay, sin 90 യുടെ വാല്യൂ എത്രയാണ്? 1. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, μ0 by 4 pi IDL by R square. IDL by R square. ഇപ്പൊ dB ആയി, dB. Yes, പറയൂ. Hello. How is it 90? Yes, you may look at this picture. ഈ രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾ ഒരു റിങ് എടുത്തിട്ട് അവിടെ നിന്നും വരച്ചു നോക്കുക. അപ്പം നമുക്കത് ഈ പിക്ചർ നോക്കിയാൽ പറഞ്ഞു തരാൻ ഒക്കത്തുള്ളൂ. ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ഈ പിക്ചറിൽ DL എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ് DL. ഓക്കെ, R എന്ന് പറയുന്നത് ഇതാണ്, R എന്ന് പറയുന്നത് ഈ ലൈനാണ്. അപ്പം ഇതും തമ്മിലുള്ള ആംഗിളാണ്. ഈ DLന്റെ താഴേക്കല്ല മെഷർ ചെയ്യുന്നത്, DLന്റെ ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഞാനൊരു വയർ കിട്ടുമോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഈ വയർ നിങ്ങൾക്ക് കാണാമോ? ഈ വയർ കാണാമോ? ഇത് ഞാനിപ്പം ചാർജർ എടുത്തതാണ്. ഇത് ഒരു കോയിൽ മതി, ഞാനിത് കുറച്ച് കൂടുതൽ ചുറ്റലുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇതാണ് കറണ്ട് ക്യാരിയിങ് സർക്കുലർ കോയിൽ. ഓക്കെ, അതിൻ്റെ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് നമ്മൾ ഇത് വരച്ചേക്കുന്നത്. കാണാമോ? ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ മെഷർ ചെയ്യുന്നത് ഇവിടം തൊട്ട് ഇങ്ങോട്ടാണ്. ഈ ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. താഴേക്ക് നിങ്ങൾ മെഷർ ചെയ്യരുത്. താഴേക്ക് മെഷർ ചെയ്താൽ ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, അത് അല്ല. നമുക്ക് DLന്റെ ഡയറക്ഷൻ, DL എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ DLും ഈ ആറും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്. അത് 90 ഡിഗ്രി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ പിക്ചറിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ P എന്ന് പറയുന്ന പോയിന്റ് വളരെ അകലെയാണെന്ന് കരുതുക. P എന്ന് പറയുന്ന പോയിന്റ് വളരെ അകലെയാണ്. P എന്ന് പറയുന്ന പോയിന്റ് വളരെ അകലെയാണെങ്കിൽ എനിക്കത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ആംഗിൾ എത്രയായി? താഴേക്കുള്ള ആംഗിൾ അല്ല, DL ഇങ്ങനെ ഇരിക്കും. ആ DLും ഇതും തമ്മിലുള്ള ആംഗിൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു റിങ് എടുത്തിട്ട് ഒരു പേന വെച്ചൊന്ന് നോക്കിയാൽ മതി, ഇതേ രീതിയിലൊരു പേന വെച്ചൊന്ന് നോക്കിയാൽ മതി, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ dB is equal to μ0 4 pi IDL by R square. μ0 by 4 pi IDL by R square. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളിൽ നിന്ന് നമുക്ക് കിട്ടും. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് DBയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ PQന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഈ ഡയറക്ഷനിലായിരിക്കും DBയുടെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു AP. AP എന്ന് മീൻസ് ദിസ് ലൈൻ. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഈ DBയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ DB എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആ
അത് അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പി ക്യു ഡയറക്ഷൻ. ഇനി ഈ വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. വെക്ടറിനെ റിസോൾവ് ചെയ്യാം. റെസൊല്യൂഷൻ ഓഫ് ദ വെക്ടർ ഓർക്കുന്നുണ്ടാവും. അപ്പം വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആംഗിൾ ആണ്. ഞാൻ ഇവിടെ ഈ ആംഗിൾ ഞാൻ ഫൈ ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ആംഗിൾ ഫൈ ആണ്. അപ്പോൾ ഒരു ആംഗിളായി. അപ്പം ഈ ഡി ബി എന്ന് പറയുന്ന വെക്ടറിനെ റിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡി ബി എന്ന് പറയുന്ന വെക്ടറിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആ വെക്ടറിനെ നമുക്ക് സെൻട്രൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരയ്ക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ ഫൈ ഇതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിയർ ബൈ സൈഡ് കോസ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിയർ ബൈ സൈഡ് നമുക്ക് ഡി ബൈ കോസ് ഫൈ ആയിട്ട് എഴുതാം. ഡി ബി കോസ് ഫൈ. ഇനി ഈ ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് ആണിത്. ആ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സൈൻ ആണ്. അതുകൊണ്ട് ഈ സൈഡ് എന്ത് കിട്ടും? ഡി ബി സൈൻ ഫൈ കിട്ടും. അപ്പം ഇതും ഡി ബി സൈൻ ഫൈ തന്നെയാണ്. അപ്പം ഡി ബി എന്ന് പറയുന്ന നമ്മൾ വെക്ടറിനെ റിസോൾവ് ചെയ്തു. അതിന്റെ രണ്ട് കമ്പോണൻസ് ആയി. എക്സ് കമ്പോണന്റ് ഡി ബി സൈൻ ഫൈ ആൻഡ് വൈ കമ്പോണന്റ് ഡി ബി കോസ് ഫൈ. റെസൊല്യൂഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടെ പറയാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നൗ കൺസിഡർ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെന്റ് ഡി എൽ അറ്റ് ദ പോയിന്റ് ബി. ബി എന്ന് പറയുന്ന പോയിന്റ് ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മറ്റൊരു എലമെന്റ് എടുക്കുന്നു, ഡി എൽ എന്ന് പറയുന്ന മറ്റൊരു എലമെന്റ് എടുക്കുന്നു. This element will also produce a magnetic field at the point B, and that magnetic field is same as this. Same തന്നെയാണ്, കാരണം സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എടുക്കുന്ന ചെറിയ എലമെന്റ് ആയ ഡി എൽ, പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനും സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്. അതായത് പി ആർ എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇതിനെയും നമ്മൾ റിസോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു വൈ കമ്പോണന്റ് ഡി ബി കോസ് ഫൈ കിട്ടും, എക്സ് കമ്പോണന്റ് ഡി ബി സൈൻ ഫൈ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡി ബി കോസ് ഫൈയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഡി ബി കോസ് ഫൈയുടെ ഡയറക്ഷൻ നേരെ താഴേക്കാണ്. ഈ ഡി ബി കോസ് ഫൈയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, നേരെ മുകളിലോട്ടാണ്. ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നെറ്റ് എത്രയാണ്? നെറ്റ് എന്താവും? സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് വാല്യൂ? The sum. What is the vector sum? Zero. Yes, Sean, you are right. That is, it is 0. Vector addition marnu poyo. Vector addition. This is vector A plus another vector B, both having same magnitude but opposite direction. What will be A plus B? Vector A plus B. വെക്ടർ അഡീഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയായോ ഞാൻ ഒന്നുകൂടെ പറയാം. വെക്ടർ അഡീഷൻ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, മറന്നുപോയെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മൾ വെക്ടർ ലോസ് പഠിച്ചതാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഓക്കെ, അതിനെ നമുക്ക് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ. റിസൾട്ട് എന്തുമായിരിക്കും? എ പ്ലസ് ബി. എ പ്ലസ് ബി
ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 3 എന്ന് എഴുതാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എത്രയായിരിക്കും? 8 ആണ്. അതിന്റെ ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ ഏതിന്റെങ്കിലും ഡയറക്ഷൻ കൊടുത്താൽ മതി. പിന്നെ എങ്ങനെയാ അടുത്ത വെക്ടർ അഡീഷൻ വരുന്നത്? ഇതൊരു വെക്ടർ എ വെക്ടർ, ഇത് ഞാനൊരു 10 ആയിട്ട് എടുത്തു. പ്ലസ് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ എടുത്തു, അത് 3 ആണെന്ന് കരുതുക. എ പ്ലസ് ബി എത്രയായിരിക്കും? വെക്ടർ എ പ്ലസ് ബി വെക്ടർ ബി എന്തുമായിരിക്കും? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എത്രയായിരിക്കും? 0. ഇവിടെ ഞാൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് 10 and this is 3. Sir, 10 minus 3. Yes, 10 minus 3. What is that? 7. 7. What is its direction? What is its direction? Sir, the direction of A. Direction of A, bigger quantity, bigger vector. Direction is this, and this its magnitude is 7. അപ്പോൾ വെക്ടർ അഡീഷൻ നടത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് വലുതിന്റെ ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം വെക്ടർ അഡീഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. മൂന്നാമത് നമ്മൾ പഠിച്ചത് ട്രയാങ്കുലർ ലോ ആണ്. ഓർക്കുന്നുണ്ടോ? ട്രയാങ്കുലർ ലോ, ഒരു വെക്ടർ ഇങ്ങോട്ട്, മറ്റൊരു വെക്ടർ ഇങ്ങോട്ട്, ഒരു വെക്ടർ ഇങ്ങോട്ട്, ഇങ്ങനെ വേണ്ട, ഒരു വെക്ടർ ഇങ്ങോട്ട്, ഒരു വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ദിസ് ഈസ് എ വെക്ടർ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. ഓക്കെ, വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? What is the resultant? Triangle. Sir, triangle law. Yes, we have to construct a triangle. We have to construct a triangle. Okay. And what is the direction? This is a plus b. The third side of the triangle is the resultant a plus b. Okay. And what is its direction? What is its direction of the resultant vector? മറന്നുപോയോ? എ വെക്ടർ മറക്കരുതേ, ഇത് ബേസിക്കാ. ഒരു വെക്ടറിന്റെ എൻഡിൽ നിന്നും മറ്റൊരു വെക്ടർ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ട്രയാങ്കിൾ കൺസ്ട്രക്ട് തേർഡ് സൈഡ് ആണ് നമ്മുടെ സം തരുന്നത്, എ പ്ലസ് ബി തരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ കൂടെ പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ദ ഡയറക്ഷൻ? The resultant vector is the third side of the triangle taken in reverse order. Taken in reverse order എന്ന് പറയാൻ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, നോർമലി സിയുടെ ഡയറക്ഷൻ, ദിസ് ഈസ് റിസൾട്ടന്റ് വെക്ടർ സി, സിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും പറയേണ്ടത്. പക്ഷേ ദ റിസൾട്ടന്റ് വെക്ടർ ഈസ് ദ തേർഡ് സൈഡ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പം എ പ്ലസ് ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതാണ് ട്രയാങ്കുലർ ലോ, മറന്നു പോരുതേ. പിന്നെ ഒരു ലോ കൂടെ നമ്മൾ പഠിച്ചു വെക്ടർ അഡീഷന്റെ, ഏതാണ്? യെസ്, അതറിയാൻ തോന്നുന്നില്ലേ? പാരലോഗ്രാം ലോ. വെക്ടർ എ വെക്ടർ ബി. ഓക്കെ, എന്ത് ചെയ്യണം? റിസൾട്ടന്റ് എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ദിസ് വെക്ടർ എ പ്ലസ് ബി? വാട്ട് ഈസ് എ പ്ലസ് ബി? പാരലോഗ്രാമത്തിന്റെ എന്താ നമുക്ക് നൽകുക? We have to construct a parallelogram. Okay, I will construct a parallelogram here. Okay. What will give the resultant a plus b? The diagonal. Yes, good. Diagonal of the parallelogram will give the resultant. Good. This is the diagonal and this is a plus b. Okay. ഇതാണ് വെക്ടർ അഡീഷൻ. ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാനുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കാരണം ആ ബേസിക് അറിഞ്ഞില്ല എങ്കിൽ ബാക്കി പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അപ്പം ബേസിക് അറിയത്തില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കേണ്ട, അത് ചോദിക്കുക, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടേഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ്? db cos phi plus db cos phi. What will be the resultant? 0. Resultant is 0. Resultant is 0 because magnitudes are same and they are acting in opposite direction. So
they cancels each other, so the resultant will be 0. അപ്പോൾ ഇവിടുത്തെ db യുടെ ഈ y കമ്പോണൻസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ് നമ്മൾ എടുത്തപ്പോൾ തന്നെ ആ കോസ് ഫൈയും ക്യാൻസൽ ആയി പോയി. പിന്നുള്ളത് db sin phi ആണ്. db sin phi രണ്ടും സെയിം ഡയറക്ഷൻ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് സം അപ്പ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് എലമെന്റ്സ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ഇനി ഞാൻ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഇതേപോലെ ധാരാളം എലമെന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യണം. ഇവിടെ അടുത്ത ഒരു dl എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്തു. അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ഞാൻ മറ്റൊരു എലമെന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡയഗണലി ഓപ്പോസിറ്റ് മറ്റൊരു എലമെന്റ് കൺസിഡർ ചെയ്താൽ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ db cos phi ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പിന്നുള്ളത് db sin phi മാത്രം. അടുത്തത് ഞാൻ ഇങ്ങോട്ട് മാറി മറ്റൊരു dl എടുത്തു. അതിനെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു dl എടുത്തു. ഇവിടെയും എന്ത് സംഭവിക്കും? db cos phi ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് db sin phi. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാൻ കഴിയുക? ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് എലമെന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ db cos phi ക്യാൻസൽ ഔട്ട് ചെയ്തു പോവുകയും പിന്നീട് db sin phi മാത്രം നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. Now consider a diametrically opposite element dl at P. The magnetic field at P due to the element is also mu0 by 4 pi I dl by r square. See, it is acting along PR. Its direction is this. The perpendicular components cancels each other. This is the perpendicular component. Okay, the perpendicular component cancels each other, and the axial component is db sin phi. Axial component added up. Therefore, the magnetic field at P യിൽ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി? db sin phi എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ മതി. നമുക്ക് കിട്ടിയ db sin phi എല്ലാം കൂടെ സമ്മപ്പ് ചെയ്യണം. അങ്ങനെ സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിഗ്മ db sin phi, db എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ മതി. ഓക്കെ, db യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. db യുടെ വാല്യൂ ഇതാണ്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഈക്വൽ ടു എപ്സിലോൺ 0 mu0 by 4 pi I dl by r square into sin phi. ഓക്കെ, എഴുതിയെടുത്തു. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സൈൻ ഫൈയെ കളയണം. കാരണം ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ ഇനിഷ്യലി ഡിഫൈൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഫൈ എടുത്തത്. ഫൈയെ നമുക്ക് കളയണം. ഫൈയെ കളയാൻ വേണ്ടി നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾ എടുത്തേ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും സൈൻ ഫൈയുടെ വാല്യൂ നിങ്ങൾക്കൊന്ന് പറയാമോ? വാട്ട് ഈസ് സൈൻ ഫൈ? സൈൻ ഫൈ എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് സൈൻ ഫൈ? Opposite by hypotenuse. Yes, what is opposite? Capital R divided by X. Smaller. Smaller. Capital R divided by small r. Okay, sin phi. Sin theta is equal to opposite side by hypotenuse. That is capital R divided by small r. Value substitute. Okay, അപ്പം ഇത് ആർ ക്യൂബായിട്ട് മാറും, ഇത് ആർ ക്യൂബായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഈ സിഗ്മ ഏതിനാണ് ബാധകം? എന്താണ് നമ്മൾ സം ചെയ്യേണ്ടത്? സമ്മപ്പ് ചെയ്യേണ്ടത് എന്തിനാണ്? ഇതിലുള്ള ടേമിൽ സിഗ്മ ബാധകമായ ടേം ഏതാ? ഇതില് mu0 by 4 pi. mu0 by 4 pi സമ്മപ്പ് ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? ഇല്ലല്ലോ, അതിന് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. ഐ കറണ്ടിനെ സമ്മപ്പ് ചെയ്യണോ? വേണ്ടല്ലോ. ഐ കറണ്ട് ഇതിലൂടെ ഒഴുകുന്നതാണ്. ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ ക്യൂബ്. വാട്ട് ഈസ് ആർ? ആർ എന്ന് പറയുന്നത് ഇതിൽ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ ആർ ഈ സർക്കുലർ കോയിലിന്റെ റേഡിയസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഉള്ളത് എന്താണ് വേരിയബിൾ ആയിട്ടുള്ളത്? സമ്മപ്പ് ചെയ്യേണ്ടത് എന്താണ്?
ഡി എല്ലിനെയാണ് സമപ്പെടുന്നത്. കാരണം ഡി എൽ എന്ന് പറയുന്ന ഇതാണ്. ആ ഡി എൽ, ഇതൊരു ഡി എൽ, ഇത് അടുത്ത ഡി എൽ, ഇത് അടുത്ത ഡി എൽ, ഇത് അടുത്ത ഡി എൽ, അങ്ങനെ ഇതെല്ലാം ഡി എൽ. ഈ ഡി എല്ലിനെയാണ് നമുക്ക് സമപ്പെടുന്നത്. അപ്പോൾ സിഗ്മ ബാധകമായിട്ടുള്ളത് ഈ ഡി എല്ലിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. μ0/4π Ri ഡിവൈഡ് ബൈ r ക്യൂബ് സിഗ്മ ഡി എൽ. വേരിയബിൾ ആയിട്ടുള്ളത് ഡി എൽ മാത്രമാണ്. അപ്പോൾ സിഗ്മ ഡി എൽ. ഡി എല്ലിനെ എല്ലാം കൂടെ സമപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി എൽ എല്ലാം കൂടെ സമപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബുദ്ധിയുള്ളവർ പറയും. വാട്ട് ഈസ് എൽ? എൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എൽ എന്ന് പറഞ്ഞ ടേം ഞാൻ എടുത്തില്ല. ഡി എല്ലിനെ സമപ്പ് ചെയ്താൽ എന്ത് കിട്ടും? Sir, 2πr. Oh yeah, good. What is 2πr? Circumference. ഈ കോയിലിന്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടും. ശരിയല്ലേ? സർക്കംഫറൻസ് അല്ലേ കിട്ടുക? കാരണം ദിസ് ഈസ് ഡി എൽ, അടുത്ത ഡി എൽ ഇതാണ്, അടുത്ത ഡി എൽ ഇതാണ്, അടുത്ത ഡി എൽ, അങ്ങനെ ഡി എൽ എല്ലാം കൂടെ സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിലിന്റെ സർക്കംഫറൻസ് കിട്ടും. ഈ കോയിലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr. കറക്റ്റ് അല്ലേ? നിങ്ങൾ കാണാൻ പഠിക്കാതെന്ന് ആലോചിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഫിസിക്സ് പഠിക്കാൻ. ഓക്കെ, ഇപ്പൊ μ0/4π Ri into 2πr ഡിവൈഡ് ബൈ r ക്യൂബ്. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു പൈ ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? μ0 r into r, r square I ഡിവൈഡ് ബൈ ഈ 2r ക്യൂബ്. ഓക്കെ, b equal to μ0 r square I ഡിവൈഡ് ബൈ 2r ക്യൂബ്. ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു ടേമിനെ കളയണം. ഏതാണെന്നറിയാമോ? ഈ ആറിനെ കളയണം, സ്മോൾ ആറിനെ കളയണം. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ കോയിലിൽ നിന്ന് നമ്മൾ ചരിച്ച് മെഷർ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. പിയിലോട്ട് ചരിച്ച് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മെഷർമെന്റ് എടുക്കാൻ പാടാണ്. നമ്മൾ സാധാരണ പറയുന്നത് കോയിലിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് പറയുക. അതായത് എക്സ് ആണ് സാധാരണ പറയുന്നത്, ആർ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആറിനെ മാറ്റി എക്സിന്റെ ടേമിലോട്ട് അതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ആറിനെ കളഞ്ഞിട്ട് അതിനെ എക്സിന്റെ ടേമിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ട്രയാങ്കിൾ പി O is this POA. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് x സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം r സ്ക്വയർ ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് r സ്ക്വയർ എന്ന് വരാം. ഇനി നമുക്ക് വേണ്ടത് ആർ സ്ക്വയർ അല്ല വേണ്ടത്, പകരം ആർ ക്യൂബ് ആണ് വേണ്ടത്. ആർ ക്യൂബ് ആണ്. അപ്പൊ ആർ ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആർ ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ആറിന്റെ ഇക്വേഷൻ എഴുതുക. സ്ട്രൈറ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്നവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് എഴുതിക്കോ. ഞാൻ ജസ്റ്റ് അങ്ങനെ അറിയാൻ കഴിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സ്ക്വയർ റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ റൂട്ടിനെ നമ്മൾ 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ക്യൂബ് എടുക്കാം. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ആർ ക്യൂബിന്റെ വാല്യൂ കിട്ടി. ഈ ആർ ക്യൂബിന്റെ വാല്യൂ നമ്മൾ എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സിന്റെയും ആറിന്റെയും ടേമിൽ കിട്ടി. എക്സും ആറും നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എക്സിന്റെയും ആറിന്റെയും ടേമിൽ നമുക്ക് ബിയുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ബിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0 r സ്ക്വയർ I ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് കിട്ടും.
ഓക്കെ, അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. ഏത് മാഗ്നറ്റിക് ഫീൽഡ്? ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് കോയിൽ, ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നിയർ ബൈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇത് എഴുതിയേക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കാം. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചുള്ള അഡ്വാൻറ്റേജ് μ0/4π ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് μ0യുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബിയുടെ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാം. μ0/4π 2πr²i divided by x² plus r² the whole raised to 3/2. ഇനി കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എടുത്ത കോയിലിൽ ഒരു ടേൺ മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ധാരാളം ടേൺസ് ഉണ്ട്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലെ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: b = μ0/4π 2πnr²i divided by x² plus r² the whole raised to 3/2. അപ്പോൾ ഈ എസ് ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം. യെസ്, റെസൊല്യൂഷന്റെ പാർട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. റെസൊല്യൂഷന്റെ പാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം രണ്ടാമത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആ പാർട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. കൺസിഡർ എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. Consider a circular coil of radius capital R carrying a current I ampere. And a direction picture la kaanichittundu. Let P be a point at a distance x from the center of the coil. This is P and the center is O, and the point P is at a distance x from the center of the coil. In order to calculate the magnetic field at the point P, we imagine this circular coil is divided into small elements. Consider such an element at A of length dl. This is the point A. ഈ point A യിൽ നമ്മൾ ചെറിയൊരു എലമെന്റ് dl എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഈ dl എന്ന് പറയുന്ന ചെറിയ എലമെന്റ് P യിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ബയോട്ട്-സവാർട്ട് ലോയിൽ നമുക്ക് എഴുതാം: dB is equal to μ0/4π I dl sin theta by r². Here theta is the angle between dl and r. The angle between dl and r is 90 degree. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പിക്ചർ എടുത്തത്. ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെന്ന് തോന്നും. അതിന് നിങ്ങൾ തന്നെ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു റിംഗ് എടുക്കുക, നിങ്ങളുടെ വളയുണ്ടല്ലോ, വളയെന്ന് എടുക്കുക. വളയെടുത്തിട്ട് ഒരു പേന വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കുക. എന്നിട്ട് ആ വളയും നമ്മുടെ പേനയും തമ്മിലുള്ള ആംഗിൾ ഒന്ന് നോക്കുക. ഓക്കെ, ആംഗിൾ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അത് 90 ഡിഗ്രി ആയിരിക്കും. താഴോട്ട് നിങ്ങൾ മെഷർ ചെയ്യരുത്. പേന എടുത്തിട്ട് വളയുടെ താഴോട്ട് മെഷർ ചെയ്യരുത്, അത് കിട്ടില്ല. സൈഡിൽ നിങ്ങൾ മെഷർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, the value of sin 90 is 1, so we can write μ0/4π I dl divided by r². This is the equation for the small magnetic field dB at the point P due to the element dl. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇതിന്റെ ഡയറക്ഷൻ, ഡിബിയുടെ ഡയറക്ഷൻ സ്ക്രൂ റൂളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്ക്രൂ റൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും the direction of dB is along PQ. This is PQ. ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ഈ ലൈന് AP എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. AP എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും DB ആക്ട് ചെയ്യുക. അപ്പം DB എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് നമ്മളുടെ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസോട്ട് എടുത്താൽ ആ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അല്ല. അപ്പോൾ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യാറുണ്ട്. ആ വെക്ടറിനെ റിസോൾവ് ചെയ്യും. നമ്മളൊരു വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ബേസിക് സ്റ്റെപ്സ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. ഇതാണ് ഡി ബി. ഇതിനെ വെക്ടറിനെ റിസോൾവ് ചെയ്യണം. വെക്ടറിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ആംഗിളാണ്.
ഏത് ആംഗിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഈ ആംഗിൾ ഫൈ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ആ ഫൈയെ നമ്മൾ പിന്നീട് അങ്ങ് കളയുന്നുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആംഗിൾ ഫൈ ആണ്. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ആംഗിൾ ഫൈ ആയി. അപ്പോൾ നമുക്കൊരു ആംഗിളായി. പിന്നീട് വേണ്ടത് നമുക്ക് ഈ ഏത് വെക്ടറിനെയാണോ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത് ആ വെക്ടറിനെ സെൻട്രൽ നിർത്തിക്കൊണ്ട് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരിക. ഞാൻ ഇവിടെ എക്സ് ആക്സിസ് വരച്ചു, ഇത് വൈ ആക്സിസ് വരച്ചു. നമുക്ക് കിട്ടിയ ആംഗിൾ ഫൈ ഇവിടെയാണ്. ഓക്കെ, ഞാൻ റെസൊല്യൂഷന്റെ ബേസിക് സ്റ്റെപ്സ് കൂടെ പറയുകയാണ്, ശ്രദ്ധിക്കുക. അറിയാവുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കും, എന്നാലും ഞാൻ പറയാം. ഓക്കെ, ഈ ആംഗിൾ ഫൈ ആണ്. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഞാൻ ഈ ആംഗിൾ വെച്ച് കോസ് ഫൈയുടെ ഇക്വേഷൻ എഴുതി. കോസ് ഫൈ ഇതിന്റെ പേര് കൊടുക്കാം. ദിസ് ഈസ് പി, ദിസ് ഈസ് ക്യൂ. ഇത് ഞാൻ എക്സ് എന്ന് കൊടുക്കാം, ഇത് എക്സ് എന്ന് കൊടുക്കാം, ഇത് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, കോസ് ഫൈയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ആംഗിൾ കോസ് ഫൈയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ്. വാട്ട് ഈസ് അഡ്ജസൻറ്റ് സൈഡ്? പി വൈ ഈസ് അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് എന്താണ്? ഹൈപ്പോട്ടനസ് ഈസ് പി ക്യൂ. പി ക്യൂ ഈസ് ഡി ബി. പി ക്യൂ എന്ന് പറയുന്നത് ഡി ബി അല്ലേ? ഡി ബി വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് പി ക്യൂവിന് പകരം ഡി ബി എന്ന് എഴുതുന്നില്ല, തെറ്റൊന്നുമില്ലല്ലോ. ഷോൺ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം കോസ് ഫൈ ഈസ് ഈക്വൽ ടു പി വൈ ബൈ ഡി ബി. ഇനി ഡി ബി ഇക്വേഷൻ എഴുതിക്കേ. ഡി ബി ഇക്വേഷൻ അല്ല, പി വൈ ഇക്വേഷൻ. ഈ സൈഡ് അല്ലേ വേണ്ടത്? പി വൈ. അപ്പോൾ പി വൈ ഇക്വേഷൻ, പി വൈ ഈസ് ഈക്വൽ ടു, ഈ സൈഡാണ് നമുക്ക് വേണ്ടത്, പി വൈ ആണ് ആ സൈഡ്. പി വൈ ഈസ് ഈക്വൽ ടു ഡി ബി കോസ് ഫൈ എന്ന്. അപ്പോൾ ഈ സൈഡ് എന്താണ്? ഈ സൈഡ് ഡി ബി കോസ് ഫൈ. അപ്പോൾ ഡി ബി കോസ് ഫൈ കണ്ടല്ലോ, ഡി ബി കോസ് ഫൈ അങ്ങനെയാണ് കിട്ടുക. ഇനിയും ഈ ട്രയാങ്കിൾ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എഴുതാൻ പോയാണ്. ഓപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സൈൻ ആണ്. അപ്പോൾ ഞാൻ സൈൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. സൈൻ ഫൈ. സൈൻ ഫൈയുടെ ഇക്വേഷൻ എന്ത് കിട്ടും എന്ന് പറയാമോ? ഈ ട്രയാങ്കിൾ വെച്ച് തന്നെ ഈ സൈഡ് സൈൻ ഫൈയുടെ ഇക്വേഷൻ എന്താണെന്ന് പറയാമോ? ക്യൂ വൈ അല്ലെങ്കിൽ വൈ ക്യൂ. ഓക്കെ, എന്തെങ്കിലും വൈ ക്യൂ ഡിവൈഡ് ബൈ ഡി ബി. ഓക്കെ, ഗുഡ്. വൈ ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതിക്കോ. വൈ ക്യൂ ഈസ് ഈക്വൽ ടു ഡി ബി സൈൻ ഫൈ. അപ്പം നമുക്ക് ഇതെന്ന് പറയുന്നത് ഡി ബി സൈൻ ഫൈ. ഇത് തന്നെയാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കിട്ടും ഡി ബി സൈൻ ഫൈ. അങ്ങനെയാണ് ഡി ബി സൈൻ ഫൈ. ഇങ്ങനെയാണ് വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡി ബി കോസ് ഫൈ ആണ് നമുക്ക് വൈ കമ്പോണന്റ് കിട്ടിയത്. ഡി ബി സൈൻ ഫൈ ആണ് നമുക്ക് എക്സ് കമ്പോണന്റ് കിട്ടിയത്. ക്ലിയർ ആയോ? ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം റെസൊല്യൂഷൻ നമ്മൾ ഒത്തിരി എടുത്ത് പഠിക്കുന്നതാണ്. ഈ ബേസിക് കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ ഏത് റെസൊല്യൂഷൻ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം അത് കൂടുതൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിന് വേണ്ടി സമയം കളയത്തില്ല. അപ്പോൾ അത് ഞാനിത് തൊട്ട് ബേസിക് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശരി, ഞാൻ മാറ്റുക. ഓക്കെ, അപ്പം ആ ഡി ബിയെ നമ്മൾ റിസോൾവ് ചെയ്തു. അപ്പോൾ ഡി ബി കോസ് ഫൈ, ഡി ബി സൈൻ ഫൈ ആയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇനിയും ഈ എക്ക് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു എലമെന്റ് ഡി എൽ ഞാൻ കൺസിഡർ ചെയ്തു. ആ എലമെന്റും പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അതിനെ നമ്മൾ റിസോൾവ് ചെയ്യും. അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ബി കോസ് ഫൈ ഇങ്ങോട്ട് കിട്ടും, ഡി ബി സൈൻ ഫൈ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പം ഡി ബി കോസ് ഫൈയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. എന്നാൽ ഡി ബി സൈൻ ഫൈ സെയിം ഡയറക്ഷൻ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് അത് സമ്മപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ അടുത്ത ഒരു എലമെന്റ് എടുക്കും, ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് അടുത്തെടുക്കും. അതിന് ഡയമെട്രിക് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു എലമെന്റ് ഇവിടെ കൺസിഡർ ചെയ്യും. ഇവിടെയും എന്ത് സംഭവിക്കും? ഡി ബി കോസ് ഫൈ ക്യാൻസൽ ഔട്ട് ചെയ്തു. പിന്നീടുള്ളത് ഡി ബി സൈൻ ഫൈ മാത്രം. അടുത്ത മറ്റൊരു എലമെന്റ് ഇവിടെ എടുക്കാം. അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ എടുക്കാം.
വീണ്ടും ഇവിടെ ഒരു എലമെന്റ് എടുക്കാം, അതിന് ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് എലമെന്റ് എടുക്കാം. അങ്ങനെ ഡി ബി കോസ് ഫൈ എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു. പിന്നെ ഉള്ള ആകെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡി ബി സൈൻ ഫൈ മാത്രമാണ് നിൽക്കുക. അതിനെല്ലാം കൂടെ സമ്മപ്പിച്ച് ചെയ്യണം. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്നത് ഈ ഡി ബി സൈൻ ഫൈ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ ഡി ബി സൈൻ ഫൈ. ഇനി ഡി ബിയുടെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഡി ബിയുടെ വാല്യൂ ഇതാണ്, വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടി μ0/4π IdL/r² ഇൻറ്റു സൈൻ ഫൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈൻ ഫൈയെ കളയണം. കാരണം ഫൈ നമുക്ക് അറിയാൻ വയ്യാത്ത ടേം ആണ്, അതുകൊണ്ട് ഫൈയെ കളയണം. ഫൈയെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു. അവിടെ നിന്നും നമുക്ക് ഫൈയുടെ സൈൻ ഫൈയുടെ വാല്യൂ എഴുതാം. സൈൻ ഫൈ നമുക്ക് R ഡിവൈഡ് ബൈ സ്മോൾ r എന്ന് എഴുതാം. ഇനി സിഗ്മ എന്തിനാണ് ബാധകം? സിഗ്മ ബാധകമുള്ളത് ഡി എല്ലിന് മാത്രമാണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഡി എൽ മാത്രമാണ്. സിഗ്മ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഡി എൽ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുകയാണ്. ഡി എൽ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് കിട്ടുക. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇക്വേഷൻ എല്ലാം റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, μ0r² I ഡിവൈഡ് ബൈ 2r² എന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ ആറിനെ കളയണം. ആറിനെ കളഞ്ഞിട്ട് എക്സിന്റെ ടേമിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിട്ട് അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ആർ ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആർ ക്യൂബിന്റെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഓക്കെ, അതാണ് ഫൈനൽ ഇക്വേഷൻ. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. സിമ്പിൾ അല്ലേ? ഇനിയും അതിന്റെ സ്പെഷ്യൽ കേസുകൾ പറയുകയാണ്. സ്പെഷ്യൽ കേസ്. ഫസ്റ്റ് കേസ്, when the point P is at the center of the loop. When the point P is at the center of the loop. P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയായിരുന്നു. ആ P എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്ത് ഇതിന്റെ സെന്ററിൽ ഇവിടെ കൊണ്ടുപോകും. ഇതാണ് P എന്ന് പറയുന്ന പോയിന്റിലെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എത്രയായിരിക്കും? അതായത് ഒരു കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ സെൻട്രൽ പോയിന്റിൽ എത്രയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻ, അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചത്. അതിൽ എക്സിന്റെ എടുത്ത് 0 എന്ന് കൊടുക്കുക. എക്സിന്റെ അടുത്ത് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എങ്ങനെയായി മാറും? μ0/4π 2πi ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആണെന്ന് കിട്ടും. കാരണം ഇവിടെ r² all raised to 3/2 ആണ്. അപ്പോൾ ഇതും r ക്യൂബ് കിട്ടും. r ക്യൂബും r² ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അങ്ങനെ ഡിനോമിനേറ്ററിൽ r വരും. അങ്ങനെയാണ് ഇക്വേഷൻ b equal to μ0/4π 2πi by capital R എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഈ ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഇനി കണ്ടമാനം ചോദിക്കും. അത് നോട്ട് ചെയ്ത് ബോക്സ് ചെയ്ത് വെച്ചോളൂ, മറന്നു പോകരുത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൈയും ക്യാൻസൽ ചെയ്ത് ഈ ടൂവും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. μ0i by 2r എന്ന് പഠിക്കാം. ഇങ്ങനെ പഠിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പഠിച്ചോ കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. b equal to μ0/4π 2πi ഡിവൈഡ് ബൈ r. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് if the distance x is very large. x എന്ന് പറയുന്നത് വളരെ അകലെയുള്ള പോയിന്റിലാണ് പി എങ്കിൽ, ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പയർ, ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ കോയിൽ, ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് x² + r² ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു x² എന്ന് എടുക്കാം. കാരണം എക്സ് വലിയൊരു ക്വാണ്ടിറ്റി, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക. ആർ ചെറിയൊരു ക്വാണ്ടിറ്റി, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വീണ്ടും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ വലിയൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² അപ്രോക്സിമേഷൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബിയുടെ ഇക്വേഷനിൽ r² കളഞ്ഞിട്ട് അത് x² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം μ0/4π 2π ക്യാപിറ്റൽ R² I ഡിവൈഡ് ബൈ x³ എന്ന് കിട്ടും. ഇത് അടുത്തൊരു ഇക്വേഷൻ. ഇതധികം ഇതിനേക്കാൾ കൂടുതൽ വരുന്ന ഇതാണ്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ബിയുടെ ഡയറക്ഷൻ ഈ പിക്ചറിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് നമുക്ക് ഏത് റൂൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക വെച്ചാൽ,
The direction of magnetic field at the point P can be determined by right hand thumb rule. Right hand thumb rule. Okay. The direction of magnetic field at the point P can be determined by right hand thumb rule. Right hand thumb rule വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. The rule states that if the direction of the circular current is represented by the direction of closed fingers of the right hand, then the stretched thumb will give the direction of magnetic field. മനസ്സിലായോ? This rule states that if the direction of circular current is represented by the direction of closed finger, ഇതാണ് നമ്മളുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ സർക്കുലർ കോയിൽ. ആ സർക്കുലർ കോയിലിലെ കറന്റിന്റെ ഡയറക്ഷൻ നമ്മുടെ ക്ലോസ്ഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആണെന്ന് ഇത് കണ്ടോ. ഈ പിക്ചറിൽ ഞാൻ താഴെ കൈ വരച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. കറണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകുക അല്ലേ, കറണ്ട് ഇങ്ങനെ ഒഴുകുക. അപ്പം ക്ലോസ്ഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രെച്ച്ഡ് തംബ് കണ്ടോ, സ്ട്രെച്ച്ഡ് തംബ് ഇതാണ്. സ്ട്രെച്ച്ഡ് തംബ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാ? ഇങ്ങോട്ട്. ഇതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്കുലർ കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് നമ്മൾ ക്ലോസ്ഡ് ഫിംഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ ആണ്, സ്ട്രെച്ച്ഡ് തമ്പിന്റെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. നിങ്ങൾ ഈ നമ്മളിപ്പോൾ പഠിച്ച കേസ് നിങ്ങളതൊന്ന് നോക്കിക്കോളൂ. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ കണ്ടില്ലേ? കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ, കറണ്ട് ഒഴുകുന്ന ഇങ്ങനെയാണ്. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ ഫിംഗേഴ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ച്. അങ്ങനെയാണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഇതായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അതേ ഡയറക്ഷൻ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് നൽകുന്നത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഡൗട്ട് ഉണ്ടോ പറഞ്ഞാലും? എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. വെക്ടർ ഫോമിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. അത് എക്സ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ബി എക്സ് ഐ ക്യാപ്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് ഡയറക്ഷൻ ആണ് ഐ ക്യാപ്, ദാറ്റ് ഈസ് ബി എക്സ് ഐ ക്യാപ് എന്ന് എഴുതാം. ബി എക്സിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ എഴുതിയ വാല്യൂ അതേപോലെ തന്നെ എഴുതി. ഐ ക്യാപ് ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഐ ക്യാപ്, അതായത് എക്സ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ക്യാപ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ ഫോമിൽ അതിനെ ഇങ്ങനെയും എഴുതാം. യെസ്, അത്രേ ഉള്ളൂ. ഇത് എക്സസൈസ് 4.1 ഒന്ന് കോപ്പി ചെയ്തോളൂ. ടെക്സ്റ്റിലുള്ളതാണ്. അൺസോൾവ്ഡ് എക്സസൈസ് 1.1 4.1. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് NCERT എക്സസൈസ് 4.1 എന്ന് എഴുതിയാൽ മതി. കാരണം ടെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ട്, അത് കോപ്പി ചെയ്താൽ മതി നിങ്ങൾക്ക്. അല്ലെങ്കിൽ നോട്ട് PDF ഫയൽ അയച്ചു തരുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും. ന്യൂമറിക്കൽ ചെയ്യേണ്ടത് നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. നിങ്ങൾ വെറുതെ നോട്ട് എഴുതുന്നത് നോട്ട്ബുക്കിന്റെ ബാക്കിൽ നിന്നാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നേരത്തെ ഇതുവരെ ന്യൂമറിക്കൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചാപ്റ്ററിന്റെ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് വേണം ന്യൂമറിക്കൽ എഴുതാൻ. A circular coil of wire consisting of 100 turns, each of radius 8 cm, carries a current of 4.4 ampere. What is the magnitude of magnetic field at the center of the coil? Center of the coil. കോയിലിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ അറിയാമല്ലോ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. ഡേറ്റ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എന്ന് തന്നിട്ടുണ്ട് 100 ടേൺസ് ആണ്. 100 ടേൺസ്.
റേഡിയസ് ഓഫ് ദ കോയിൽ ക്യാപിറ്റൽ ആർ ആണ്. അത് 8 സെന്റിമീറ്റർ ആണ്. അത് മീറ്ററിലോട്ട് മാറ്റണം. 8 × 10⁻⁻² മീറ്റർ. കറണ്ട് ഐ തന്നിട്ടുണ്ട് 0.4 ആംപിയർ. 0.4 ആംപിയർ. We have to find out the magnetic field. Magnetic field equation എന്ത് വരുന്നു? Magnetic field equation. Magnetic field at the center of the coil. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എഴുതാം. ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതുകൊണ്ട് ഇൻറ്റു n എടുത്തേ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം അറിയാവുന്ന ടേംസ് ആണ്. ഷോണിന് ക്ലാസ് ഉണ്ടെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. ബാക്കി റെക്കോർഡഡ് വീഡിയോ നോക്കാം. ന്യൂമറിക്കൽസേ നമ്മൾ അടുത്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, the answer is 3.14 × 10⁻⁻4 Tesla. 3.14 × 10⁻⁻4 Tesla. ആൻസർ അങ്ങ് എഴുതിക്കോളൂ. സമയം മൾട്ടിപ്ലൈ ചെയ്ത സമയം കളയണ്ട. നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ നോക്കോ. അടുത്ത ക്വസ്റ്റ്യൻ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പി ചെയ്തോളൂ. So what was the previous answer? 3.14 × 10⁻⁻4 Tesla. Thank you, sir. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 identical circular coils P and Q, each of radius capital R, carrying current I, are placed concentrically and perpendicular to each other, lying in the XY and YZ planes. Find the magnitude and direction of the net magnetic field at the center of the coils. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 2 identical circular coils P and Q. രണ്ട് കോയിലുണ്ട്. രണ്ട് കോയിൽ കണ്ടില്ലേ? ഇതൊരു കോയിൽ, അത് P ആയിട്ട് എടുത്തു. Q എന്ന് പറയുന്ന മറ്റൊരു കോയിൽ. അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അതിന്റെ റേഡിയസ് R ആണ്. അതിന്റെ റേഡിയസ്, രണ്ടിന്റെയും റേഡിയസ് ക്യാപിറ്റൽ R ആണ്. രണ്ടിലൂടെയും ഒഴുകുന്ന കറന്റ് I ആണ്. It is placed concentrically and perpendicular to each other. അപ്പം പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ രണ്ടിന്റെയും സെന്റർ പോയിന്റ് ഒന്നാണ്. അപ്പം ഒരെണ്ണം ഈ പ്ലെയിനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് അടുത്തത് വെച്ചിരിക്കുന്നത്. ഓക്കെ, perpendicular plane, concentrically and perpendicularly to each other, lying in XY plane and YZ plane. Find the magnitude and direction of the net magnetic field at the center of the coil. നമുക്ക് ആദ്യം P എന്ന് പറയുന്ന കോയിൽ എടുക്കാം. P എന്ന് പറയുന്ന കോയിൽ, അതിലൂടെ I ആംപിയർ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഞാൻ BP ആയിട്ട് എടുത്തു. സിമിലർലി Q എന്ന് പറയുന്ന കോയിൽ, അതിലൂടെയും I ആംപിയർ കറണ്ട് തന്നെയാണ് ഒഴുകുന്നത്, അതിന്റെ റേഡിയസ് സെയിം ആണ്. അതിന്റെ സെന്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്,
അതിന്റെ വാല്യൂ ഞാൻ ബി ക്യൂ ആയിട്ട് എടുത്തു. ഓക്കെ, ബി പിയുടെ വാല്യൂ എത്രയായിരിക്കും? ബി പിയുടെ ഇക്വേഷൻ എന്ത് വരും? ബി പിയുടെ ഇക്വേഷൻ ബി പിയുടെ വാല്യൂ എന്തുവാ? സെൻട്രൽ ഉണ്ടാകുന്ന ഇക്വേഷൻ ഇതല്ലേ? μ0/4π 2πi/r. ഞാൻ ഇക്വേഷൻ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ചെറുത് മതി, കാരണം വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഈ 4πയും 2πയും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമോ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ചുരുക്കി μ0i/2r എന്ന് എഴുതാം. μ0i/2r. ഓക്കെ, അപ്പോൾ ബി പിയുടെ വാല്യൂ μ0i/2r. ബി ക്യൂവിന്റെ ഇക്വേഷൻ കിട്ടും. ബി ക്യൂവിന്റെ വാല്യൂ എത്രയായിരിക്കും? സെയിം തന്നെയാണ്, μ0i/2r. ശരിയല്ലേ? അപ്പൊ ബി പിയും ബി ക്യൂവും ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഇനി അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് തന്നെ പറയാനൊക്കെ ഒന്നുണ്ടോ നോക്കിക്കേ. ബി പിയുടെ ഡയറക്ഷൻ പറയും. ബി പിയുടെ ഡയറക്ഷൻ അതായത് പി എന്ന് പറയുന്ന കോയിലൂടെ ഒഴുകുന്ന കറണ്ട് മൂലം അതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി പി. ബി പിയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണെന്ന് പറയാമോ നിങ്ങൾക്ക്? ഏത് റൂളാ ഉപയോഗിക്കുന്നത്? Sir, right hand thumb. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എത്ര കിട്ടും? ഡയറക്ഷൻ ഏതെന്ന് പറയാമോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് Direction of closed fingers. കേട്ടില്ല, നീ ആ കേട്ടില്ല. So along the direction of closed finger. Along the direction of Closed finger. അല്ല, along closed ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഫ്ലോ ആണ്. Sir, upwards. Yes, upwards, right. Aaron, you are right. It is in upwards. ഫിംഗേഴ്സ് നിങ്ങളൊന്ന് നോക്കിക്കേ. ആ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ ഫിംഗേഴ്സിനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തമ്പിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ദ ഡയറക്ഷൻ ഈസ് അപ്വേർഡ്. അപ്പം ഇവിടെ ഇമാജിനേഷൻ വേണം, അല്ലാതെ നടക്കത്തില്ലേ, ആൻസർ ചെയ്യാനൊക്കത്തില്ല. ബി പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ബി ക്യൂവിന്റെ ഡയറക്ഷൻ നോക്കിക്കേ. ബി ക്യൂവിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ. ബി ക്യൂ റിംഗ് ഇരിക്കുകയാണ്. റിങ്ങിന്റെ നമ്മളുടെ അടുത്ത് ആ ഭാഗം കറണ്ട് താഴേക്കാണ്. നമ്മളിൽ നിന്നും അകന്ന് നിൽക്കുന്ന പോർഷനിൽ, റിങ്ങിന്റെ അകന്ന് നിൽക്കുന്ന പോർഷനിൽ മുകളിലോട്ടാണ്. അപ്പം നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെയാ ക്ലോസ് ചെയ്യേണ്ടത്? ഇങ്ങനെ ക്ലോസ് ചെയ്യണോ, ഇങ്ങനെ ക്ലോസ് ചെയ്യണോ? എങ്ങനെ ക്ലോസ് ചെയ്യണ്ടേ? ഫിംഗേഴ്സ് എങ്ങനെ ക്ലോസ് ചെയ്യണം? കറണ്ടിന്റെ ഡയറക്ഷൻ ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തു. ഒന്ന് ട്രയൽ എടുത്ത് നോക്കിക്കേ. ഫിംഗേഴ്സിന്റെ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തോളൂ നിങ്ങൾ. So towards the right side, right? യെസ്, ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. ആരോണിന് മാത്രമേ മനസ്സിലായല്ലോ, ബാക്കി ആർക്കും മനസ്സിലാകുന്നില്ലേ? ഡയറക്ഷൻ റൈറ്റ് ഡയറക്ഷനിലോട്ടാണ്, ഇങ്ങോട്ടാണ് ബി ക്യൂവിന്റെ ഡയറക്ഷൻ. നിങ്ങൾ കൈയെടുത്ത് ചെന്ന് ഫിംഗേഴ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിക്കോളൂ, ക്ലിയർ ആവുന്നത്. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആ റിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, റിങ് എടുത്ത് നമ്മുടെ മുന്നിലോട്ട് വെക്കുകയാണെങ്കിൽ, ഞാൻ റിങ് ഒന്ന് ഉണ്ടാക്കട്ടെ. ഒരു റിങ് ഇവിടെ റിങ് ഒന്നും ഇല്ലല്ലോ.
Okay, this ring. Okay, ring. റിങ്ങിൻ്റെ നമ്മളിൽ നിന്നും അകന്ന് നിൽക്കുന്ന പോയിന്റിൽ മുകളിലോട്ടാണ്, അപ്പാണ്. നമ്മൾ അടുത്ത് വരുന്നത് അത് താഴോട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫിംഗേഴ്സ്. ഇങ്ങനെയാണ് ഫിംഗേഴ്സ് വെക്കുന്നതെങ്കിൽ തമ്പ് ഈ ഡയറക്ഷൻ, അപ്പം റൈറ്റ് ഡയറക്ഷൻ, റൈറ്റിലോട്ടാണ്. അപ്പം ബി പിയും ബി ക്യൂവും ഞാൻ ഈ രീതിയിലാണ് വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ എഴുതിക്കോളും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? The direction of net magnetic field at the center of the coil. The direction of net magnetic field at the center of the coil. അപ്പോൾ at the center of the coil there are two magnetic fields. One is BP and another is BQ. How can we find out the net magnetic field? How can we find out the net magnetic field? BP BQ അത് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണോ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണോ? പറ, എന്തെങ്കിലും പറ. വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പൊ 2 വെക്ടേഴ്സ് BP ആൻഡ് BQ. ഓക്കെ, സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുക? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ ഉള്ളൂ ഇപ്പം. Parallelogram law. യെസ്, പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, റേച്ചിൽ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, പാരലോഗ്രാം ലോ ഉപയോഗിച്ച് നമുക്ക് അത് കണ്ടുപിടിക്കണം. പാരലോഗ്രാം ലോ ഉപയോഗിച്ച് റിസൾട്ടന്റ് വെക്ടർ, അതായത് ഡയഗണൽ ആണ് അല്ലേ, ഇതിന്റെ ഡയഗണൽ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ ഡയഗണലാണ്. അതിന്റെ ഡയഗണലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? Sir, a square plus b square plus 2ab cos theta. അവിടെ അതിൻ്റെ കൂടെ ഒരു സ്ക്വയർ റൂട്ടുകളുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. നിങ്ങൾ മറന്നു പോകുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ടോപ്പിക് എടുത്ത് ആഡ് ചെയ്തത്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് പാരലോഗ്രാം ലോ ഉപയോഗിച്ച് റിസൾട്ടന്റ് വെക്ടർ ആയ പാരലോഗ്രത്തിന്റെ ഡയഗണലിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab cos theta. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്തേ. ഇവിടെ ഞാൻ പിക്ചർ വരച്ചിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് നമുക്ക് ബി പി ആയിട്ട് എടുക്കാം, ബി എന്ന് പറയുന്നത് ബി ക്യൂ ആയിട്ട് എടുക്കാം, പ്ലസ് ബി പി പ്ലസ് ബി ക്യൂ സ്ക്വയർ ഉണ്ട് അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് 2bp bq into what is theta here? What is theta here in this case? What is theta? കേട്ടില്ല. What is theta? തീറ്റ ഏതാണെന്ന് പറയൂ, വെറുതെ പറയൂ, തെറ്റട്ടെ. ഈ ക്വസ്റ്റ്യൻ തീറ്റ എന്തുവാ? No, I am not asking the value. What is theta? You should define what is theta. Angle between BP and BQ. Angle between A and B. Angle between these vectors. Here the vector is BP and BQ. The direction of BP is this and the direction of BQ is this. And what is the angle here? 90 degree. 90 degree.
സിമ്പിൾ. നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിക്ചർ നോക്കി പറയാനൊക്കും. അപ്പൊ എന്താണെന്നുള്ളത് അറിയണം. ഇത്രയും മാത്രമേ ഉള്ളൂ. രണ്ട് വെക്ടറുകൾ സം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ബി വെക്ടർ, ഇത് എ വെക്ടർ, അത് തമ്മിലുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് തീറ്റ. അപ്പൊ ഇവിടെ ഒരു വെക്ടർ ബി പി ഹിയർ ആൻഡ് ദിസ് വെക്ടർ ഈസ് ബി ക്യു ഹിയർ. The angle between this is 90 degree, is sin 90. What is the value of sin 90? 1. സോറി, ഇവിടെ സൈൻ അല്ലല്ലോ, ഇവിടെ കോസ് ആണ്. ഞാൻ എഴുതി തെറ്റി, സോറി. കോസ് ആണ് കേട്ടോ. കോസ് ആണ് ഇവിടെ. കോസ് 90 എത്രയാ? 0 ആണ്. അപ്പോൾ ഈ ടേം അങ്ങ് പോകും. ബാക്കിയുള്ളത് ഈ ആദ്യത്തെ രണ്ട് ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ബി പിയും ബി ക്യൂവും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ബി പിയും ബി ക്യൂവും സെയിം ആണ്, സെയിം ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ബി എന്ന് എഴുതാം. ബിക്കോസ് ബി പി ഈസ് ഈക്വൽ ടു ബി ക്യൂ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബി പിയുടെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0I/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ the electric field intensity at the center of these two loops are B equal to the resultant magnetic field. The resultant magnetic field at the intensity at the center of these two loops can be written as B is equal to μ0I divided by square root of 2 into R എന്ന് എഴുതാം. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ചോദിക്കാം. Sir, B equal to BP square plus root upon BP square plus BQ square. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ്? ഏത് സ്റ്റെപ്പാണ്? ഈ സ്റ്റെപ്പോ? അല്ല സർ, അതിന് മുമ്പുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പോ? ഈ സ്റ്റെപ്പിൽ ബി പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി പിയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടില്ലേ? ബി പിയുടെ വാല്യൂ μ0I/2R. ബി പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി ഇവര് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. In the starting, how did we say that BP is equal to BQ? Okay, how can we say that BP is equal to BQ? Okay, in the question, two identical circular coils. Okay, two identical circular coils, P and Q. P and Q are same type of coils, having same radius capital R and same current I. Okay, considering this coil P, the magnetic field intensity at the center can be written as μ0I/2R. Similarly, if we consider the coil Q, the magnetic field intensity at the point at the center of the coil can also be written as μ0I/2R. Both values are same. That is why we can write BP is equal to BQ is equal to μ0I/2R. Okay, thank you, sir. Directions are different, but the magnitudes are same. Okay, sir. Thank you, sir. Okay. പിന്നെ ക്വസ്റ്റ്യൻ അവർ എന്താ പറഞ്ഞേക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ആൻഡ് ദ ഡയറക്ഷൻ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓൾസോ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെക്ടേഴ്സ് തമ്മിൽ ഡയറക്ഷൻ, ട്രയാങ്കുലർ ലോയിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ tan alpha is equal to b sin theta divided by a plus b cos theta. B sin theta divided by a plus b cos theta. Okay. അപ്പം ആംഗിൾ tan ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഈ ആംഗിൾ ആണ് ആൽഫ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത്
എയിൽ നിന്നും റിസൾട്ടന്റ് വെക്ടറിലേക്കുള്ള ഡയറക്ഷൻ ആംഗിൾ ആണ് ആൽഫയുടെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആയിട്ട് എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ആൽഫ നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും, നിങ്ങൾക്ക് ഈ ആംഗിൾ വേണമെങ്കിൽ ആൽഫ ആയിട്ട് ചൂസ് ചെയ്യാം, ഈ ആംഗിൾ വേണമെങ്കിൽ ആൽഫ ആയിട്ട് ചൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ, ഏത് വെക്ടറിൽ നിന്നാണ് റിസൾട്ടന്റ് വെക്ടറിലേക്ക് ആൽഫ മെഷർ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതിന്റെ ബേസിസിലാണ് നമുക്ക് ഈ ഇക്വേഷൻ എഴുതുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന വെക്ടറിൽ നിന്നാണ് റിസൾട്ടന്റ് വെക്ടറിലേക്ക് ഞാൻ ആൽഫ മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്ഷൻ എഴുതാം. ടാൻ ആൽഫയുടെ ഇക്വേഷൻ എഴുതാം. ടാൻ ആൽഫയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആൽഫ നമുക്ക് ഇത് അതിന്റെ സെൻട്രൽ കൂടാണ് പോയേക്കുന്നത് അല്ലേ? സെൻട്രൽ കൂടാണ് പോയേക്കുന്നത്. സെൻട്രൽ കൂടാണ് പോയേക്കുന്നത് കൊണ്ട് തന്നെ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി പി ആണ്. ബി പി, ബി പി ഡിവൈഡഡ് ബി പി സൈൻ തീറ്റ. What is theta? Theta is the angle between these two vectors. അപ്പോൾ that is 90 degree. Sin 90 divided by A. A is BQ. BQ plus B. BP cos 90. Okay. Sin 90. Sin 90 value എത്ര? 1 ആണ്. Cos 90 value 0 ആണ്. അപ്പോൾ ഈ ടേം ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഇത് 1 ആകുകയും ചെയ്യും. അപ്പോൾ ബി പി ഡിവൈഡ് ബൈ ബി ക്യൂ എന്ന് കിട്ടും അല്ലേ? ബി പി ഡിവൈഡ് ബൈ ബി ക്യൂ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി പി ഡിവൈഡ് ബൈ ബി ക്യൂ. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ബി പി ആൻഡ് ബി ക്യൂ ആർ സെയിം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് കിട്ടും. പൈ ബൈ 4. So how we got BP sin theta? BP sin theta. The equation to find out the direction of the resultant vector is this. Tan alpha is equal to B sin theta divided by A plus B cos theta. Okay. ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതുകയാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്ന വെക്ടർ, ബി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് ആംഗിൾ, ഞാൻ മെഷർ ചെയ്ത ആംഗിൾ എടുത്തേക്കുന്നത് എയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ബി. അപ്പോൾ ഇവിടെ ഞാൻ ആംഗിൾ, ഈ ആംഗിളാണ് ഞാൻ ആൽഫ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ആംഗിളാണ് ആൽഫ ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് ബി പി ആകത്തില്ലേ? ബി പി സൈൻ തീറ്റ. BP sin theta. What is theta? Theta is the angle between these two vectors A and B. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? sin 90. ഷോൺ ഇതാണോ ചോദിച്ചത്? ക്ലിയർ ആയോ? ഇത് പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. BP is equal to sin theta. ഇനി A എന്ന് പറയുന്നത് ഈ വെക്ടറാണ്, അതെന്ന് പറയുന്നത് BQ ആണ്. BQ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബി പി കോസ് 90. ഇത്രേ ഉള്ളൂ. ഇത് ആദ്യം ഇത്രയും ഫസ്റ്റ് പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്രയും ബുദ്ധിമുട്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്യും. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യും. കാണാതെ പഠിക്കാൻ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി എഴുതിയാൽ മതി. കാരണം ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരുമെന്ന് അറിയാനൊക്കത്തില്ല. ഇതൊക്കെ ഒരു പക്ഷേ ചോദിക്കാം, കാരണം റിസൾട്ടന്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ഇത് ഹോംവർക്ക് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യൂ. സെയിം പാറ്റേണിൽ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്യൂ. ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തറവാവും. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, സ്ക്രീൻ ഉണ്ടാവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ശരി, ബൈ.